നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIയിൽ നിന്നും പുറത്താക്കപ്പെട്ട പട്ടാമ്പിയിലെ മുൻ നേതാക്കൾ രംഗത്ത്. ജില്ലാ സെക്രട്ടറിയാണ് ജില്ലയിൽ പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയ്ക്ക് തുടക്കം കുറിച്ചതെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പാലക്കാട് ജില്ലയിലും പ്രത്യേകിച്ച് പട്ടാമ്പിയിലും വിഭാഗീയ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ജില്ലാ സെക്രട്ടറിയായ KP സുരേഷ് രാജാണ്. അതിനുള്ള പ്രധാന കാരണം പട്ടാമ്പിയിൽ 15 വർഷമായി CPIക്ക് ഒരു MLA ഉണ്ടായിരുന്നില്ല. മോഹസിൻ വന്നതിന് ശേഷമാണ് ആ സീറ്റ് 15 വർഷത്തിന് ശേഷം CPI തിരിച്ചു പിടിച്ചത്. അതിനു മുമ്പ് തൊട്ട് മത്സരിച്ചത് KP സുരേഷ് രാജാണ് ഇവിടെ മത്സരിച്ചത്. അന്ന് KP സുരേഷ് രാജ് 12,475 വോട്ടിന് പരാജയപ്പെട്ട സ്ഥലത്താണ് മോഹസിൻ ആദ്യമായി നിന്നപ്പോൾ 7,404 വോട്ടിന് വിജയിച്ചത്. ഈ സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് തന്നെ 25/3/16 ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി കൂടും. ഞാനന്ന് മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. ആ കാലത്ത് മണ്ഡലം കമ്മിറ്റി കൂടുമ്പോൾ തന്നെ R അഭിലാഷ്, EK ഷാജി, പരമേശ്വരൻ, കരുണാകരൻ തുടങ്ങിയ സഖാക്കൾ അന്ന് തന്നെ ഇയാളുടെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും ഭൂരിപക്ഷപ്രകാരം ഇവിടെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചത് മോഹസിനായിരുന്നു. അങ്ങനെ ആ നിർദ്ദേശപ്രകാരം വരും. പിന്നീട് അദ്ദേഹം ജയിച്ചു. കഴിഞ്ഞ ദിവസം CPIയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ് പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. ജില്ലാ പ്രസിഡന്റ് KP സുരേഷ് രാജിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇവർ ഉന്നയിച്ചത്. ജില്ലയിൽ വലിയ തോതിലാണ് ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിൽ അഴിമതി നടത്തുന്നതെന്നാണ് ആരോപണം. ജില്ലാ നേതൃത്വത്തിന്റെ ഇത്തരം സമീപനങ്ങൾക്കെതിരെ ശക്തമായുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ വ്യക്തമാക്കി. അങ്ങനെ അഴിമതിയെ സംരക്ഷിക്കുന്നൊരിതാണ് നിയമനവുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി. അതുപോലെ ഇപ്പോൾ OK സൈതലവി ഇവിടെ വീരമംഗലമുള്ള ആളാണ്. ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഒരാളെ, വീരമംഗലത്തിൽ നിന്ന് ഒരാളെ, പൂക്കോട്ടുകളിൽ നിന്ന് ഒരാളെ, 3 പേരിൽ നിന്നും പണം വാങ്ങി 10 സെൻറ്റ് സ്ഥലം OK സൈതലവിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് 10 സെൻറ്റ് സ്ഥലം വാങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ OK സൈതലവിയുടെ പെങ്ങന്മാരുടെ തറവാട്ടുവക സ്വത്ത് കിട്ടിയതിൽ 4 സെൻറ്റ് സ്ഥലം 3 ആളുടെയും കൂടിയിട്ട് സെൻറ്റിന് 1.25 ലക്ഷം രൂപ വെച്ച് 5 ലക്ഷം രൂപയ്ക്ക് അത് വാങ്ങിയിരിക്കുകയാണ്. മറ്റൊന്ന് OK സൈതലവി അവിടെ അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടായിട്ടുണ്ട്, ജനകീയ സമിതി പറഞ്ഞിട്ട്. ആ സൊസൈറ്റിയുടെ ചെയർമാനാണ്. അതിന് ഒരു ആംബുലൻസ് വാങ്ങിയിട്ടുണ്ട്. ഈ ആംബുലൻസ് വാങ്ങിയതിന് 2 ലക്ഷം രൂപ എന്തിനൊരു ഗോപി കൊടുത്താണ്. മറ്റ് നാട്ടുകാരിൽ നിന്നൊക്കെ അവിഹിതമായി പണം പിരിച്ച് സമ്പാദിച്ചിരിക്കുകയാണ് ആ വിഷയത്തിൽ. OK സൈതലവി എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ഷൊർണൂർ മണ്ഡലം സെക്രട്ടറി ആകുമ്പോൾ അവനൊരു വെറും മണ്ഡലം കമ്മിറ്റി മെമ്പറാണ്. ഇപ്പോൾ സംസ്ഥാന കൗൺസിൽ മെമ്പറാണ്. ആയിക്കോട്ടെ, വിരോധമില്ല. സേവ് CPI എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിക്കുവാനും ലക്ഷ്യമുണ്ട്. ഇക്കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തീരുമാനിക്കും. പട്ടാമ്പിയിൽ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടാനുണ്ടായ സാഹചര്യമെല്ലാം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായ വിഭാഗീയത പ്രവർത്തനങ്ങളുടെ ഭാഗമായാണെന്നും ഇവർ ആരോപിച്ചു. ജില്ലയിൽ CPIക്കുള്ളിലെ വിഭാഗീയതയ്ക്ക് തുടക്കം കുറിച്ചത് ജില്ലാ സെക്രട്ടറി തന്നെയാണെന്നും ഇവർ ആരോപിച്ചു. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ MLA ആയതു മുതൽ ജില്ലാ നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയിലുണ്ടായ അതിക്രമങ്ങളും ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തതാണെന്നും ഇവർ ആരോപിച്ചു. അങ്ങനെ പട്ടാമ്പി പാർട്ടി ഓഫീസിൽ അടിയുണ്ടാക്കിയത് MLAയുടെ PA രാധാകൃഷ്ണൻ മണൽ മാഫിയയിൽ നിന്ന് 2000 രൂപ കൈക്കൂലി വാങ്ങി എന്നാരോപിച്ചാണ് രാഹുൽ എന്ന് പറഞ്ഞ പയ്യൻ രാധാകൃഷ്ണനെ തല്ലിയത്. അതിൽ മുകേഷും കൂടി അങ്ങനെ അടിയുണ്ടായി. അതിൻ്റെ കേസ് ഇപ്പോൾ ഇന്ന് കോടതിയിൽ വിചാരണ നടക്കുകയാണെന്ന്. 12 മണിക്ക് വിചാരണ തുടങ്ങും. ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. പിന്നീട് ജില്ലാ സെക്രട്ടറി വെച്ചൊരു ഡിമാൻഡാണ് PA രാധാകൃഷ്ണൻ രാജിവെക്കണം, അവനെ ഒഴിവാക്കണം. നിരവധി കാലമായിട്ട് അത് ആവശ്യപ്പെട്ടിട്ടും ഇത്രയും സത്യസന്ധനായ ഒരാളെ മാറ്റി നിർത്തിയാൽ MLAയുടെ വർക്കുകൾ ഭംഗിയായി നടക്കില്ല എന്നുള്ളതുകൊണ്ട് അയാളെ ഒഴിവാക്കാതെ അയാൾ എന്നെ തുടർന്നു. പിന്നെ അയാളുടെ പെൻഷനോടനുബന്ധിച്ച ആ സമയത്താണ് 2-3 മാസം മുമ്പ് അയാളുടെ അപേക്ഷ അയാൾ തന്ന് അത് അംഗീകരിച്ചിട്ടാണ് വേറെ PAനെ പിന്നെ നിയമിച്ചത്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഇത്. MLAയുടെ PA നിയമനവുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറി നിർദ്ദേശിക്കുന്ന ആളുകളെ PA ആക്കാത്തതും വിഭാഗീയത പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയെന്നും ഇവർ ആരോപിച്ചു. ആ PA നിയമനത്തിൽ 3-4 പേരുകൾ വന്നു. ഒന്ന് പരമേശ്വരൻ്റെ മകൻ്റെ കൊടുക്കണം പറഞ്ഞിട്ട് ഒന്ന്, രണ്ടാമത് EK ഷാജിക്ക് വേണം, അഭിലാഷിന് വേണം, അതുപോലെ തന്നെ ഒരാളും കൂടി ഉണ്ടായി, പേര് ഇപ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ 4 പേര് ഇതിന്, ജോസഫ് രാജ്, 4 പേരും ഇതിന് ആവശ്യം ഉന്നയിച്ചു. ഈ 4 പേരും MLAക്ക് സ്വീകാര്യനായ ആളല്ല. അതുകൊണ്ട് MLAക്ക് കൂടി സ്വീകാര്യനായ ആളെ കണ്ടെത്തിയിട്ടാണ് PA ആയിട്ട് ഫാമിലെ മാനേജർ രാധാകൃഷ്ണനെ ഇവിടെ നിയമിച്ചത്. രാധാകൃഷ്ണനെ നിയമിച്ചു. രാധാകൃഷ്ണൻ പറഞ്ഞ പാർട്ടി മെമ്പറാണ്.
സത്യസന്ധനാണ്, യാതൊരു അഴിമതിയും ഇല്ലാത്തൊരു സഖാവായിരുന്നു അയാളെയാണ് നമ്മൾ പി ആയിട്ട് നിയമിച്ച്. ആ പി ആയി നിയമിച്ചതിലുള്ള പ്രതിഷേധവും കാരണം 16/2/17 പട്ടാമ്പി ടൗൺ ബ്രാഞ്ച് യോഗം ചേരാൻ തീരുമാനിച്ചതാണ്. ആ ടൗൺ ബ്രാഞ്ച് വിളിക്കാൻ കാരണം പാർട്ടി ഫണ്ടുമായി പിരിവിൽ 2 പേര് പിരിച്ച് 987 1000 ചില്ലാനം ഇങ്ങനെയുള്ള വൗച്ചറുകൾ അവിടെ ഹാജരാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അംഗീകരിക്കാൻ പറ്റില്ല, 2 പേർക്ക് പിരിക്കാത്തൊരു പൈസ വേണ്ടാവുകൊണ്ട് അതിൻ്റെ അന്വേഷണം വേണ്ടിയിട്ടാണ് ടൗൺ ബ്രാഞ്ച് അന്ന് വിളിച്ചത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ പേയ്മെന്റ് സീറ്റിന് വേണ്ടിയുള്ള ശ്രമം ജില്ലാ നേതൃത്വം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നും ഇവർ വ്യക്തമാക്കി. പാർട്ടിക്കെതിരെയല്ല ജില്ലാ നേതൃത്വത്തിനെതിരെയാണ് തങ്ങളുടെ വിമർശനമെന്നും ഇവർ സൂചിപ്പിച്ചു. ഏകദേശം 3 കോടിക്ക് കച്ചവടമാക്കിയെന്നാണ് കിട്ടിയത്. 6 കോടി ആവശ്യപ്പെട്ട് 3 കോടിക്ക് കച്ചവടമാക്കിയെന്നാണ് കേട്ട വിവരം. അത് കൂടി പറയിപ്പിക്കണം. ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയും. സ്ഥാനാർത്ഥി വരുമ്പോൾ അതാത് പാർട്ടികളുടെ സ്ഥാനാർത്ഥി അവർ തീരുമാനിച്ച് LDF വെച്ച് അംഗീകാരം വാങ്ങിയിട്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അല്ലെങ്കിൽ എല്ലാ സീറ്റും CPM പ്രഖ്യാപിച്ചാൽ പോരെ, അല്ലെങ്കിൽ CPI കുറേ പ്രഖ്യാപിക്കുക, അവരും കുറേ പ്രഖ്യാപിച്ചാൽ പോരെ. വാർത്താ സമ്മേളനത്തിൽ കോടിയിൽ രാമകൃഷ്ണൻ, PK സുഭാഷ്, ഉമ്മർ, യൂസഫ് തുടങ്ങിയവരും പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവകാശങ്ങളും കൂടിയുണ്ട്. ഒരു പാർട്ടി മെമ്പർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കൂടിയുണ്ട്. ആ അവകാശങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ സഖാക്കളെ മുഴുവൻ പുറത്താക്കിയിട്ടുള്ളത്. CPIയുടെ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്നു സഖാവ് ഉമ്മർ. 35 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. സാധാരണ തൊഴിലെടുത്ത് ജീവിക്കുന്നയാളാണ്. തൊഴിലെടുത്ത് ജീവിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ്, സംഘടനാ പ്രവർത്തനം. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജീവിക്കുന്നയാളല്ല. അത് രണ്ടാണ്. ആ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടന്നത്. അതിലപ്പുറം ഒന്നുമില്ല. യൂസഫ് അലി ഈ പാർട്ടിയിൽ എത്രയോ കാലം പാർട്ടി മെമ്പർഷിപ്പിലുള്ള പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായി പ്രസ്താവിച്ചു. അതുപോലുള്ള കാരണങ്ങൾ. പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നുള്ള കാരണം. ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാത്തതിന് ഒരാളെ പുറത്താക്കാൻ പറ്റും. ഒരു പാർട്ടി പരിപാടിയിൽ ഒരാൾ പങ്കെടുത്തില്ല എന്നുള്ളതുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പുറത്താക്കാൻ പറ്റും. ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നുള്ള ചാർജ് ഷീറ്റ് വെച്ചിട്ടാണ് ഉമ്മറിനെ പുറത്താക്കിയത്.